ബില്ല് പാസ്സായില്ല. ഇപ്പോൾ എല്ലാ വാർത്താ ചാനലുകളിലും പ്രതിപക്ഷം എങ്ങനെയാണ് വനിതാ സംവരണ ബില്ല് പാസ്സാക്കാൻ അനുവദിക്കാത്തത് എന്ന വാർത്തകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പ്രധാനമന്ത്രിയും തൻ്റെ പ്രസംഗങ്ങളിൽ ഇത് തന്നെ പറയാൻ തുടങ്ങും. എൻ്റെ അമ്മമാരെ, സഹോദരിമാരെ, നോക്കൂ, ഇവരെങ്ങനെയാണ് സ്ത്രീകൾക്കെതിരാവുന്നത്, നിങ്ങളുടെ ബില്ല് ഇവർ പാസ്സാക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ. എന്നാൽ സത്യം എന്താണെന്നാൽ വനിതാ സംവരണ ബില്ല് 2023 തന്നെ പാസ്സായതാണ്. 454:2 എന്ന വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ. അന്ന് ആരും അതിനെ എതിർത്തിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ പാസ്സാകാത്തത് ഒരു ഡീലിമിറ്റേഷൻ ബില്ലാണ്, അതായത് മണ്ഡല പുനർനിർണയ ബില്ല്. അതിന് വനിതാ സംവരണം എന്ന മുഖം മൂടി അണിയിച്ചിരിക്കുകയാണ്. ലോക്സഭാ സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഈ ബില്ലിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. എന്തുകൊണ്ടാണ് സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നത്? നിലവിലുള്ള 543 സീറ്റുകളിൽ സ്ത്രീകൾക്ക് സംവരണം നൽകിയാൽ ഈ രാഷ്ട്രീയക്കാർക്ക് അവരുടെ കസേരകൾ വിട്ടുകൊടുക്കേണ്ടി വരും. അവർക്കതിന് താല്പര്യമില്ല. അതുകൊണ്ടാണ് സീറ്റുകൾ വർദ്ധിപ്പിക്കാമെന്നും ആ വർദ്ധിപ്പിച്ച സീറ്റുകളിൽ സ്ത്രീകൾക്ക് സംവരണം നൽകാമെന്നും അവർ പറയുന്നത്. എന്നാൽ ഇതിനേക്കാൾ അപകടകരമായ മറ്റൊരു കാര്യം, ഈ ബില്ല് പാസ്സായിരുന്നെങ്കിൽ ഏത് സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ എപ്പോൾ മണ്ഡല പുനർനിർണയം നടത്തണമെന്ന് പൂർണ്ണ നിയന്ത്രണം സർക്കാരിന് ലഭിക്കുമായിരുന്നു എന്നതാണ്. ലോക്സഭാ സീറ്റുകൾ വർദ്ധിപ്പിക്കുമ്പോൾ മണ്ഡലങ്ങളുടെ അതിരുകൾ പുനർനിർണ്ണയിക്കേണ്ടി വരും. ആ അതിരുകൾ എവിടെയായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പരോക്ഷമായ അധികാരം സർക്കാരിന് ലഭിക്കും. ആസാം, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ ചെയ്തതുപോലെ BJPക്ക് എപ്പോഴും ഗുണകരമാകുന്ന രീതിയിൽ അവർ രാഷ്ട്രീയ അതിരുകൾ മാറ്റി വരയ്ക്കുമെന്ന് ആരോപണമുണ്ട്. ഇനി വനിതാ സംവരണത്തിൻ്റെ കാര്യമാണെങ്കിൽ നിലവിലുള്ള 543 സീറ്റുകളിൽ എന്തുകൊണ്ട് സംവരണം നൽകിക്കൂടാ എന്ന് പ്രധാനമന്ത്രിയോട് ചോദിക്കൂ. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യും.